Holy Spirit, you welcome here. Wow. You welcome, Holy Spirit. Come touch us. Fill us. I surrender. I give you glory, honor, praise, worship. Fill us with your power. You're the living one. Live inside of me. Ever right fountain. You're the living one. Comforter and counselor. Ever dry fountain. Take complete control. Comforter Yes. and counselor. Welcome, Holy Spirit. Take complete control. We are in your presence. You're the living one. Fill us with your power. Ever dry fountain. Live inside of me. Comforter and counselor. Welcome, Holy Spirit. Take complete control. We are in your presence. Welcome, Holy Spirit. Fill us with your power. We are in your presence. Live inside of me. Fill us with your power. Fill us with your power. Live inside of me. Live inside of me. നമ്മുടെ ഹൃദയം കൊണ്ട് പാടി ഹൃദയം കൊണ്ട് പാടി We are in your presence. We are in your presence. Fill us with your power. Holy Spirit, you welcome here. Live inside of me. Yes. Welcome, Holy Spirit. We are in your presence. Fill us with your power. You're the living one. Yes. You the living one. Never dry fountain. Comfort, counselor. Welcome, They Holy can Spirit. break and all. You the living one. Fill us with your Never dry fountain. Live inside. Comfort and counselor. Welcome, Holy Spirit. They can break and all. We are in your Welcome, Holy presence. Spirit. Fill us with We your are Your power. presence. Live inside. Fill us with your power. Fill us with your Live inside. Live inside. Welcome, Holy Spirit. ഹൃദയം കൊണ്ട് പാടിയത്. Welcome, Holy Spirit. ഹൃദയം കൊണ്ട് പാടിയത്. We are in your presence. ഹൃദയം കൊണ്ട്. Fill us with your presence. Live inside. Your power. Jesus. നമ്മളെല്ലാവരും ജീസസ് നമുക്ക് വായുണ്ട് ഇങ്ങനെ നമുക്ക് അതരങ്ങൾ പറയാൻ പറ്റും ഹൃദയത്തോടെ നിന്ന് നമ്മൾ ആ സ്നേഹത്തോടുകൂടി കർത്താവിനെ കണ്ടോടുകൂടിയാണ് ഹൃദയത്തിനുള്ളിൽ പുറപ്പെടണം. നിങ്ങളങ്ങനെ നോക്കിയാൽ അപ്പം ആ അനോയിറ്റിങ് വ്യത്യാസമാണ്. നമ്മൾ വെറുതെ ജീസസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ കർത്താവിനെ വിളിച്ച് ജീസസ്. You are Son of Living God. Lord Jesus. Your name is beautiful. ജീസസിന്റെ പേര് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം. പൗലോസിന്റെ പേര് പറഞ്ഞ ഹോളി സ്പിരിറ്റ് വരത്തില്ല. മാർക്കോസിന്റെ പേര് പറഞ്ഞ ഹോളി സ്പിരിറ്റ് വരത്തില്ല.
ജീസസിന്റെ പേര് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് വരും. ഹല്ലേലൂയ. നമ്മുടെ രാത്രി നമ്മളെ വായി തുറന്ന് പ്രധാനം വെച്ചാൽ Man, Jesus. Your name is Jesus. Hallelujah, Savior. You are Master. ഞങ്ങളുടെ മാസ്റ്ററാണ് കർത്താവേ. Your Jesus. Oh Jesus. ഞങ്ങൾ അത്ഭുതമാണ്. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനം പ്രഭു. ആ ഒരു പാട്ട് പാടാം. ശരിയാവും. Jesus. Jesus. Oh Holy Spirit. ഈ ഗസിയുടെ ഭാഗത്ത് ഇങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യം ഇങ്ങനെ വെളിപ്പെടുന്നു. ഗസി ഫീൽ ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം റിസീവ് ചെയ്യണം. ഗസി ഫുൾ കോൺസെൻട്രേഷൻ. വേറെ മൈൻഡ് പാടുന്നവര് വേറെ മൈൻഡ് പോകാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ ഫുൾ കോൺസെൻട്രേഷൻ. സ്റ്റിൽനെസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്വയറ്റ്നെസ് എന്ന് പറയും. ആ ക്വയറ്റ്നെസ് എന്ന് പാടി കർത്താവിനെ സ്തുതിക്കുക. നമ്മൾ ഈ പാടുന്നവരെല്ലാവരും ക്വയറ്റ്നെസ്സിലാണ്. ക്വയറ്റായിട്ട് മനസ്സിലായോ? നമ്മൾ കർത്താവിനെ ആ കണ്ടു വേണം പാടാൻ. ഹല്ലേലൂയ. യെസ്. അതുപോലെ ഇന്ന് രാത്രിയിൽ വലത് ചെവിയിൽ സൗഖ്യം വ്യാപരിക്കുന്നു. വലത് ചെവിക്ക് പെയിൻ കർത്താവ് മാറ്റുക. Be healed in the name of Jesus. ഈ ചെവി, വലത് ചെവിക്കകത്ത് എന്തോ പ്രോബ്ലം. വലത് ചെവിക്കകത്ത് കൈവച്ചു. The name of Jesus. കർത്താവിന്റെ അകത്ത് സൗഖ്യം. വിശ്വസിക്കുക കേട്ടോ. വിശ്വസിക്കുന്നതിന് മേലാണ് അത്ഭുതം നടക്കുന്നത്. വിശ്വസിക്കുന്നതിന് മേലാണ് അടയാളം നടക്കുന്നത്. നമ്മുടെ വിശ്വാസമാണെന്നില്ല. കാരണം കർത്താവ് വെളിപ്പെടുത്തി വലത് ചെവിക്കകത്ത് അത്ഭുതം ചെയ്യാൻ കർത്താവ്. അപ്പൊ നമ്മൾ വിശ്വസിക്കും. കർത്താവ് ഞാൻ ഏറ്റെടുക്കണം പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കുകയാണ്. കർത്താവ് ഞാൻ റിസീവ് ചെയ്യാം. ആ ഹീലിംഗ് ഞാൻ റിസീവ് ചെയ്യാം. നമ്മളങ്ങ് ഏറ്റെടുക്കണം. The name of Jesus. Be healed. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യമാണ്. വലത് ചെവി സൗഖ്യമാകട്ടെ. വലത് ചെവിക്കകത്തുള്ള അസ്വസ്ഥത ഇവിടെ ഇരിക്കട്ടെ. സൗഖ്യമാകട്ടെ. ഇപ്പോൾ The name of Jesus. സൗഖ്യമാകട്ടെ. ടച്ച്. അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഫീലിങ്സ് വരുന്നുണ്ടോ? ദൈവസാന്നിധ്യം വെളിപ്പെടുന്നുണ്ടോ? ദൈവസാന്നിധ്യം വന്നാൽ വിടുതല ഉണ്ട്. കർത്താവ് വെളിപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം നമുക്ക് മനസ്സിലാകും. അപ്പൊ അത് വിടുതലായി മാറും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സറണ്ടർ കൊടുക്കണം. കർത്താവെ, എനിക്ക് ഏൽപ്പിച്ച ആരാധനയ്ക്കായി സ്തോത്രം. ഞാൻ സറണ്ടർ ചെയ്യാണ്. ചെവി ഇപ്പൊ എന്നെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴേ സൗഖ്യമാകും. നമ്മൾ ഈ ആൾക്കാരുടെ കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ കൊണ്ട് ചെല്ലുമ്പോൾ അവരിങ്ങനെ ബഹളം വെക്കും. അവരെന്തോ ഒന്നും സംഭവിക്കില്ല. അവർക്ക് ക്വയറ്റായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മൾ ഏൽപ്പിക്കുക. സമർപ്പിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിന് മനസ്സിലാക്കുന്നത്. ജീവൻ ബ്രദറെ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവിനെ കാണിക്കുന്ന നിങ്ങൾക്ക് തലമുറ തരാൻ പ്ലാൻ. എന്താ നിങ്ങളുടെ മനസ്സിൽ പോകുന്ന എനിക്കറിയത്തില്ല. പക്ഷെ വാഗ്ദത്തം ദൈവം തരുവാ. ഹല്ലേലൂയ. അതങ്ങ് ഏറ്റെടുത്തു. താങ്ക് യു ജീസസ്. ദൈവം തലമുറ തരാൻ പോവാ. പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ രണ്ടുപേരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തലമുറ കൊടുക്കാൻ പോകുന്നതിനാൽ യേശുവിന്റെ നാമത്തിൽ യേശുവിനാൽ തലമുറ ലഭിക്കട്ടെ. കർത്താവേ, ഇപ്പം കാണിച്ച തലമുറയോട് വാഗ്ദത്തമായി ലഭിക്കാൻ പോകുന്നതിനാൽ നന്ദി പറയാൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഈ സിസ്റ്റം വയറിന്റെ അകത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു ശക്തി വ്യാപരിക്കുക. ദൈവസാന്നിധ്യം വെളിപ്പെടും. സിസ്റ്ററിന്റെ ഇടതുവശത്തായ കേട്ടോ. എന്തോ ഒരു സൗഖ്യം, എന്തോ ഒരു വിടുതൽ, എന്തോ ഒരു തീർച്ചയും അവിടെ ഇടതുവശത്ത്. The name of Jesus. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വയറെ തൂക്കിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൈവശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ അസ്വസ്ഥകളുമായിട്ട് കർത്താവ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. In Jesus' mighty name. Amen. Okay, see. Into your presence, guiding me by your Holy Spirit. Teach me, dear Lord, to live all of my life through your
to live all of my life through your eyes. I'm captured by your holy calling. Set me apart. I know you're drawing me to yourself. Lead me, Lord, I pray. Take me, mold me, use me, fill me. I give my life to my Potter's hand. Call me, you guide me, lead me, walk beside me. I give my life to the Potter's hand. Hallelujah. Hallelujah. Potter's We surrender your Holy Spirit. ഇതെന്തോന്നില്ലാതെ അറിയാം എന്തോ അവസ്ഥ വേണ്ട. ഇതിപ്പോ എല്ലാം യൂസ് ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ, ഒരു ഗുണവുമില്ല. ഇത് ഞാൻ പക്ഷെ ഇത് കയ്യിലിട്ടിട്ട് ഒരു 2 വിരലിട്ടാലും ഒരു പ്രയോജനമില്ല, 2 വിരൽ ഇതിൻ്റെ അകത്ത് ഇട്ടാലും പ്രയോജനമില്ല. മറ്റേ 3 വിരൽ ഇതിങ്ങനെ 3 വെറുതെ കിടക്കുക. ഇതാണ്. അപ്പം നമ്മൾ ഫുള്ള് ഇത് എല്ലാ വിരലുകളും അല്ലേ ഈ ഗ്ലൗസിനകത്ത് ചെന്നെങ്കിൽ മാത്രമേ ഉള്ള ഇതൊരു പ്രയോജനമുള്ളൂ. ഇതുപോലെയാ നമ്മൾ മുഴുവൻ യേശുവിനെ സമർപ്പിച്ചെങ്കിലേ ഉള്ള ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പകുതി ഹൃദയം കൊണ്ട് ദൈവത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പകുതി നമ്മുടെ ബോഡി കൊണ്ട് ദൈവത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും സകലതും കർത്താവിന് സമർപ്പിച്ചു കൊടുക്കണം. 2 വിരൽ മാത്രമല്ല, 5 വിരൽ അല്ലേ. അങ്ങനെയാണ് നമ്മുടെ സകലം, നമ്മുടെ ബോഡി, ദേഹം, ആത്മാവ്, നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ തലമുറകൾ, നമ്മുടെ മിനിസ്ട്രി, സകലതും കർത്താവിനെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ഏൽപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ അവളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്, ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. താങ്ക് യു ജീസസ്. നിങ്ങളുടെ പ്രാർത്ഥന കുറയരുത് കേട്ടോ. നിങ്ങൾക്ക് ഒരു 80% നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അധികം മറുപടി വന്നുകൊണ്ടിരിക്കുക, മറുപടി ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഒരു വലിയ തടി വെട്ടി നിങ്ങളെ ഒരു 80% ആക്കിയിരിക്കുക. വലിയ തടിയുണ്ട്, വലിയ തടി വെട്ടി നിങ്ങളെ പൊക്കോളം വെട്ടിക്കൊണ്ടിരിക്കുക. സ്റ്റോപ്പ് ചെയ്യരുത്, പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളെ കണ്ടിരിക്കൊണ്ടിരിക്കണം, വെട്ടി തീർക്കണം, വെട്ടി പുറത്താക്കണം. ഹല്ലേലൂയ. വെട്ടി 2ആയിട്ട് മാറ്റണം. നരവിടുതലായി മാറും. കുറയരുത്, നിങ്ങളുടെ പ്രാർത്ഥന കുറയരുത്. അവിശ്വാസം വരരുത്. പിന്നെയും പ്രാർത്ഥിച്ചോ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോണം. ദീപാറാഖാനാസി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും സറണ്ടർ കൊടുത്താൽ, ഫുള്ളായിട്ട് സറണ്ടർ കൊടുത്താൽ എന്നാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതുപോലെ. ഹോളി ഹോളി ഹോളി
holy, holy, holy for Father, holy for Son, holy for Holy Spirit. Yes. ദൈവസാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഓ, പ്രസൻസ് ഓഫ് ഗോഡിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കുന്നു. ജീസസ്, 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 ജീസസ്. അതെ, കർത്താവ് ഉയർച്ചെഴുന്നേറ്റു, കർത്താവ് ഉയർച്ചെഴുന്നേറ്റു, നമുക്ക് വേണ്ടി ഉയർച്ചെഴുന്നേറ്റു. എന്നെ കാണിക്കുന്ന സിംഹാസനത്തിൽ യേശു ഇരിക്കുന്ന കാണിക്കുക. ഹല്ലേലൂയ. ഒരുപാട് ദൂതന്മാർ ചുറ്റും നിൽക്കുന്നു, ഒരുപാട് ദൂതന്മാർ കർത്താവ് ചുറ്റും നിൽക്കുകയാണ്. ഒരു സിംഹാസനത്തിൽ യേശു ഇരിക്കുന്ന ഒരു 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 വെളിപ്പാട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജീസസ്. ചുറ്റിനും ഇങ്ങനെ ഒരുപാട് വെള്ള വസ്ത്രധാരികൾ ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നു അവിടെ എല്ലാം. ദൂതന്മാരാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. കുഞ്ഞാടെ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. കുഞ്ഞാടെ അങ്ങേക്ക് മഹത്വം, കുഞ്ഞാടെ അങ്ങക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. ജീസസ്. ഫുൾ മനസ്സ് കൊടുത്താൽ എല്ലാവരും ഇറങ്ങും ചിന്തിക്കരുത്. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി യേശുവിനെ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ചിന്തിക്കരുത്. യേശുവിനെ നോക്കുക. Sound from the cross that broke the price of adoration, sent from every nation. Lift your voice to make His glory known. Sing, Holy, 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 are the Lord. Holy, holy, holy are you, the Lord. Oh, heaven and nature, it's your Really worship you now. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. കരങ്ങൾ ഉയർത്തി. Holy, holy, holy are you, Lord. യേശുവിന്റെ മുഖത്ത് നോക്കിയാലും worship you now. Holy, holy, holy are you, Lord.
Jesus. Jesus. Hear the sound of heaven. Jesus. Waters. Jesus. The cries of adoration. From every nation, lift a voice To make His glory known. Sing. Are you Holy, holy, holy. എല്ലാ ബഹുത കർത്താവിന് ഉറാഖാമാനസി Yes. The earth is bow. It is worship you, Lord. Holy, holy, holy. You're holy, Jesus. You're holy, Father. You're holy, Holy Spirit. Urarara, sharara, shambarara, sharara, sigari. Urarara, shakarara, shambarara, sigari. അന്യഭാഷ സംസാരിച്ചാൽ അല്പസമയം അന്യഭാഷ സംസാരിച്ചാൽ ആരാധിച്ച ദൈവത്തെ ആരാധിച്ചാൽ ഹോളി ഹോളി ഹല്ലേലൂയ ഹല്ലേലൂയ Hallelujah. Hallelujah. Yes. Hallelujah. 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 എല്ലാവരും ഹൃദയത്തോട് വേറൊന്നും ചിന്തിക്കരുത്. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി യേശുവിനെ നോക്കിയാൽ പ്രശ്നങ്ങളൊന്നും ചിന്തിക്കരുത്. യേശുവിനെ നോക്കുക. voices coming from the throne? The cries of adoration as men from every nation lift a voice to make His glory known, singing, Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Oh, heaven and nature flow within, worship you now. Holy, holy, holy are you, Lord.
worship you now. Holy, holy, holy are you, Lord. Jesus. Hear the sound of heaven, Jesus. like the sound of many waters. Jesus. The sound of the throne, the cries of adoration, men from every nation lift a voice to make His glory known. Sing, holy, holy, holy are you, Lord. Holy, holy. Holy, holy, holy are you, Lord. Yes. Heavens and angels bow, we worship you now. Holy, holy, holy. Are you, Holy Jesus. holy, holy, The holy, holy you, Spirit. Lord. Holy, 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 hallelujah. 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 Yes. Thank you, Jesus. 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 Hallelujah. Hallelujah.
Thank you, Spirit. Thank you, Spirit. Thank you, Spirit. Thank you, Spirit. Thank you, Holy Spirit power. Spirit. Thank you, Spirit. Holy Spirit touch now. Hallelujah. Hallelujah. For the Lord God Almighty reigns. Hallelujah. Hallelujah. For the Lord God Almighty reigns. Hallelujah. Holy, holy are you, Lord God Almighty. Worthy is the Lamb. Worthy is the Lamb. You are holy. Holy are you, Lord God Almighty. Worthy is the Lamb. Worthy is the Lamb. You are holy. Holy are you, Lord God Almighty. Worthy is the Lamb. Worthy is the Lamb. പൂർവ്വഖമാസ അബോധമാക്കാൻ നോക്കുന്ന പോലെ വിശ്വാസിക്കുന്ന കർത്താവേ, in the name of Jesus. പോട്ടത് അഴിഞ്ഞു പോട്ടത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു കൽപ്പിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രധാന കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്താലും, കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താലും ഇതിനാദ്യ കർത്താവിനോട് സംസാരിക്കണമേ. അല്പസമയം അതിനകത്തൂടെ സംസാരിച്ചിട്ട് അവസാനം ഞങ്ങൾ ഒന്നിച്ച് എഴുന്നേറ്റ് അല്പസമയം വർഷിപ്പ് ചെയ്യും. കർത്താവേ, പരിശുദ്ധാത്മ ഞങ്ങളെ നിറയ്ക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, അന്യോന്യം ദൂതുകൾ പറയണം, കൃപാവരങ്ങൾ ജ്വലിക്കണം, പൈശാചികത്തിൽ വിട്ടുപോകണം, ബന്ധനങ്ങൾ അഴിയണം. അങ്ങനെ കർത്താവിന്റെ ഹിതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താലും, എല്ലാവരും പറ, കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞാൻ കടന്നു വന്നത് നഷ്ടമാകരുത്. ഇന്ന് എന്നെ പണിയണം, എന്നെ ശക്തീകരിക്കണം, എന്നെ ബലപ്പെടുത്തണം, എന്നോട് സംസാരിക്കണം, എന്റെ ബന്ധങ്ങൾ അഴിയണം, കെട്ടുകൾ അഴിയണം. എനിക്ക് ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, അതിനകത്ത് മറുപടി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ പിന്മാറ്റത്തിന് ഈ ആത്മാവിനെ കർത്താവ് ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്ക് സ്ലൈഡ്, അതായത് ഈ ഡോഗ് വന്ന് നിൽക്കുന്നുണ്ട്, പിന്മാറ്റത്തിന്റെ ആത്മാവ്. നായ ദൈവത്തിന്റെ വചനം കാണിക്കുന്നത് പിന്മാറ്റത്തെ കാണിക്കുക. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ശാസിക്കുന്നു. പറഞ്ഞ എല്ലാവരും പറഞ്ഞാലേ, പിന്മാറ്റത്തിന്റെ ആത്മാവിനെ ഞങ്ങൾ ശാസിക്കുന്നു. ഞങ്ങളെ പിന്മാറാൻ നോക്കുന്നു, ഞങ്ങളെ പുറകോട്ട് വലിക്കാൻ നോക്കുന്നു ആത്മാവ് ഞങ്ങൾ ശാസിക്കുക. The name of Jesus. ശാശേ, നിങ്ങൾ വിട്ടുപോകും, നീ വിട്ടുവിടുന്ന പിന്മാറ്റത്തിന്റെ ആത്മാവ് വിട്ടുപോകും. പിന്മാറ്റത്തിന്റെ ആത്മാവ് വിട്ടുപോട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഓ, ഈ റൂമിൽ വിട്ടുവാൻ കൽപ്പിക്കുക. ഇവിടെ ഇരിക്കുന്ന ആരിലും മേൽ വ്യാപരിക്കുന്നത് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. പിന്മാറ്റത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. In Jesus mighty name. ഈ ചിലരെ ഉണ്ടല്ലോ, നമ്മൾ ഈ കണ്ണടച്ചിട്ട് പാല് കുടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആര് കാണുന്നില്ല ചിലരുടെ വിചാരം. അങ്ങനെ ഒരു വെളിപ്പാട് ദൈവം തരുന്നുണ്ട്. പക്ഷെ ദൈവം കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ രാത്രി മാനസാന്തരപ്പെടണം. രാത്രി കണ്ണടച്ചിട്ട് പാല് കുടിക്കരുത്, കണ്ണ് തുറന്നു തന്നെ പാല് കുടിക്കണം. പ്രൈസ് ഗോഡ്. അത് പിന്നീട് കള്ളനായി പോകും. പിന്നെ എന്താ അത് കള്ളൻ എന്ന് വിളിക്കുന്നത്? അങ്ങനെ ഒരു ഇതുണ്ട്, അങ്ങനെ ഒരു വചനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കണം. ദിവസം ഏൽപ്പിച്ചു കർത്താവേ, ആരും കാണാതെ പാല് കുടിക്കുന്ന പരിപാടിയെ നിർത്തുക. രാത്രി കർത്താവെ സറണ്ടർ ചെയ്യുന്നു, രാത്രി സറണ്ടർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ സറണ്ടർ ചെയ്യുക. ശകതരഗസ്തി. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. രാത്രി പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. പരിശുദ്ധാത്മ എല്ലാവരും ഒഴുകട്ടെ. പരിശുദ്ധാത്മ എല്ലാവരും ഒഴുകട്ടെ. പൈശാചിക ശക്തികൾ മാറട്ടെ. രാത്രി കെട്ടുകൾ അഴിയട്ടെ കർത്താവ്, ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവ്, ആഭിചാരങ്ങൾ അഴിയട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഞങ്ങൾ അവകാശം പറയുന്നതെല്ലാം മാറിപ്പോട്ടെ. അവകാശം പറയുന്നതെല്ലാം മാറിപ്പോട്ടെ. രാത്രി എല്ലാം മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ഫയർ ഒളി വാസ്റ്റ്, ഫയർ ദൈവത്തിന്റെ ശക്തിയോടെ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കാം. ഏൽപ്പിച്ചു കൊടുത്താൽ രോഗമുള്ളവരോട് വെച്ച് പ്രാർത്ഥിച്ചോ. കർത്താവേ, യേശുവിന്റെ നാമം സൗഖ്യോടെ വ്യാപരിക്കട്ടെ, സൗഖ്യോടെ വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ചെറുക്കെട്ട് കഴിയട്ടെ. രേഖാമാധി അഴിഞ്ഞു പോട്ടത്, അഴിഞ്ഞു പോട്ടെ, അഴിഞ്ഞു പോട്ടെല്ലാം. The name of Jesus. Luke chapter 11. Luke chapter 11. Luke chapter 11. അതിന്റെ 9-ാം വാക്യം, 10-ാം വാക്യം, 11-ാം വാക്യം, 12-ാം വാക്യം, 13-ാം വാക്യം, 14-ാം വാക്യം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ലഭിക്കുന്നു, ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അതാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, and I say unto you, ask and shall be given you. Ask. Seek, you shall find. Knock, and shall be open unto you. അത് പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് താഴെ വരികയാണ്. If a son shall ask bread of any of you that is a father, will he given him a stone? Or if he ask a fish, will he for a fish given him a serpent? Or if he shall ask an egg, will he offer him a scorpion? അതിന്റെ കർത്താവ് പറയുകയാണ്, if then being evil know how to give good gifts unto children, how much more shall you, heavenly Father, give the Holy Spirit to them that ask him. Ask him. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രി പറ, കർത്താവെ ഞങ്ങൾ ചോദിക്കുകയാണ്. മലയാളത്തിൽ യാചിക്കാന്ന് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ ആസ്ക് എന്നാണ് അല്ലെ. ആസ്ക് എന്ന് പറഞ്ഞത് നമ്മുടെ നല്ലത്. കാരണം നമ്മുടെ പിതാവ് യാചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭിക്ഷക്കാരല്ല, നമ്മൾ മക്കളാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ മക്കളല്ലേ? യെസ്, പ്രൈസ് ഗോഡ്. നല്ലൊരു ഉദാഹരണമാണ് കർത്താവ് യേശു ക്രിസ്തുവോട് കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ. അപ്പം ചോദിച്ചാൽ എന്താ? കല്ല് കൊടുക്കത്തില്ല. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് ഇത്രയധികം കൊടുക്കും. അപ്പൊ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിക്കുന്നതിനാണ്. പലരും വിചാരം പരിശുദ്ധാത്മാവിനെ ചോദിക്കാൻ നിറയാൻ വേണ്ടിയാണ്. പലരും വിചാരം പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നത് എന്താണ്? ശക്തിപ്പെടാൻ വേണ്ടിയാണ്. പലരെ ഉപവാസിക്കുന്നത് പരിശുദ്ധാത്മാവ് ശക്തിക്ക് വേണ്ടിയാണ്. ശരിയല്ലേ?
ബൈബിളിൽ പറയുന്ന പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി ഉപവാസം ഇരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ആണോ? പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ഡവ് അല്ല, ആണോ? പ്രാവല്ല. പരിശുദ്ധാത്മാവ് ഒരു വെള്ളമല്ല, ആണോ? വെള്ളമല്ല. പരിശുദ്ധാത്മാവ് ഒരു നദിയല്ല. പരിശുദ്ധാത്മാവ് ഒരു ഫൗണ്ടൻ അല്ല. കാരണം ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇതെല്ലാം അതിനകത്ത് കാണുന്നുണ്ട്, ഇതെല്ലാം സിമ്പിളാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു പിക്ചറായിട്ട് കാണും പരിശുദ്ധാത്മാവിനെ കുറിച്ച്. കാരണം പരിശുദ്ധാത്മാവിന് രൂപമില്ല. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. ത്രിയേക ദൈവത്തിലെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ അതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞത്, അല്ലെങ്കിൽ വചനത്തിൽ പറയുന്നത്. നിങ്ങൾ എന്താണ് ആസ്ക് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ? ഇല്ല. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി ആരോട് ചോദിക്കേണ്ടത്? പിതാവാം ദൈവത്തോട്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയോട് ചോദിക്കുക. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? ഓൾറെഡി തന്നു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ചാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റങ്ങ് പോയത്. ആകാശത്തിലോട്ടല്ലേ, മേഘത്തിലോട്ടങ്ങ് പോയി. എന്നിട്ട് എവിടെ പോയിരുന്നു? പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് പോയിരിക്കുക. ഇപ്പൊ യേശു എവിടെയുണ്ട്? പിതാവിന്റെ വലതുഭാഗത്തിലുണ്ട്. അതെങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ നമുക്ക് ആർക്കറിയില്ല. ചിലർ പറയുന്നത് ഗ്ലോറി, അല്ലെ? ചിലർ പറയുന്നത് തേജസ്സോടുകൂടി പരിശുദ്ധ അവിടെ ഇരിക്കുന്നു. ചിലർ പറയുന്നത് ബോഡിയോടുകൂടി തന്നെ ഇരിക്കാന്ന് പറയാം. കാരണം ബോഡിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് പോയത് കൊണ്ട് ബോഡിയോടുകൂടി തന്നെ ഇരിക്കാന്ന് പറയും. കാരണം അവർ പറയാൻ കാരണം വെച്ചാൽ യേശു രണ്ടാമത് വരുന്നത് ബോഡിയോടുകൂടി. കാരണം അവിടെ ഭരണം നടത്തണമല്ലോ, 1000 വർഷം ഇവിടെ ഭരിക്കണമല്ലോ. അതുകൊണ്ട് ബോഡിയോടുകൂടി തന്നെ കർത്താവ് വരുന്ന ചെറിയ പറയുന്നത്. എന്തായാലും കർത്താവ് എവിടെയുണ്ട്? പിതാവ് ദൈവത്തിന്റെ വലതുഭാഗത്തിരിപ്പുണ്ട്. അത് ഗ്ലോറി ആയിട്ടാണ് ഇരിക്കുന്നത്, ബോഡി ആയിട്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ 2 അഭിപ്രായമുണ്ട്. യേശു നമുക്കൊരു വാഗ്ദത്തം തന്നു. എന്താണ്? ഞാൻ പോകുന്നത് നല്ലത്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വാങ്ങി അയച്ചു തരും. പരിശുദ്ധാത്മാവ് നിങ്ങളോടെ ഇരിക്കും, അല്ലെ? പരിശുദ്ധാത്മാവ് എന്തിനിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നല്ല ഹെൽപ്പറാണ്, അല്ലെ? കംഫോർട്ടറാണ്, അഡ്വക്കേറ്റ് ആണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇന്ന് രാത്രി അവിടെ എഴുതിയിരിക്കുന്നത് ആസ്ക്. ആരെ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ആസ്ക്. ആരോട് ചോദിക്കണം? പിതാവാം ദൈവത്തിൽ ചോദിക്കുന്നതാണ്, പരിശുദ്ധാത്മാവിനെ അധികം എനിക്ക് തരണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ശക്തിക്കല്ല. കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്. അത് ആത്മാവ് ഓരോരുത്തർക്ക്, അല്ലെ, കൊടുക്കുന്നതാണ്. ചിലർക്ക് 9 കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് 1 കൊടുത്തിട്ടുള്ളായിരിക്കും, ചിലർക്ക് 1 കൊടുത്തിട്ടില്ലായിരിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആത്മാവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ കൃപാവരങ്ങൾക്ക് വ്യത്യാസം, പക്ഷേ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ യേശു ഇവിടെ പറയുന്നത് കൃപാവരങ്ങളെ കുറിച്ചല്ല. നിങ്ങൾ കൃപാവരങ്ങൾ ചോദിക്കാനല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും, അല്ലെ? പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫാദർ, നമ്മൾ എഴുന്നേറ്റില്ലേ, കണ്ണുറന്ന് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കൂടെ നടക്കണം. പരിശുദ്ധാത്മാവ് എന്റെ ബുദ്ധിയിൽ പ്രവർത്തിക്കും, അല്ലെ? ബുദ്ധി എനിക്ക് തരണം. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണം. പരിശുദ്ധാത്മാവിന്റെ ഹൃദയം കൺട്രോൾ ചെയ്യണം. പരിശുദ്ധാത്മാവ് എന്റെ ബോഡിയെ കൺട്രോൾ ചെയ്യണം. പരിശുദ്ധാത്മാവായിരിക്കണം നമുക്ക് മുഴുവൻ, അല്ലെ, എന്റെ കൂടെ നടക്കുന്നത്. എനിക്ക് ബുദ്ധി ഉദ്ദേശിച്ച് തരണം, എനിക്ക് വിസ്ഡം തരണം. ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേക്കണം, അല്ലെ? അപ്പൊ ആരോട് ചോദിക്കുന്നത്? അവിടെ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരൂല്ലേ? നമുക്ക് ഡയറക്റ്റ് ആക്സസ് നിങ്ങൾ തന്നിരിക്കുക പരിശുദ്ധാത്മാവിനെ വിളിക്കുവാൻ. ആദ്യം പരിശുദ്ധാത്മാവുമായിട്ടാണ് നമ്മളെ ബന്ധം ആരംഭിക്കുന്നത്. ഇന്ന് എത്ര പേര് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെടുന്ന എനിക്കറിയത്തില്ല. ആദ്യം തുടങ്ങുന്നത് എന്താ? നമ്മൾ ചെയ്യുന്നത് എന്താ? എന്റെ കാര്യം പോട്ടെ, പൊതുവെ കാണുന്നത് എന്താ? ആദ്യം ഫോൺ എടുക്കും. അല്ലെ? ഫോൺ എടുത്തിട്ട് എത്ര മെസ്സേജ് വന്നിട്ടുണ്ട്, എത്ര വാട്സപ്പ് വന്നിട്ടുണ്ട്, എത്ര കോൾസ് വന്നിട്ടുണ്ട്, എത്ര ഇമെയിൽ വന്നിട്ടുണ്ട്, എത്ര ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്, എത്ര ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇപ്പൊ നോക്കുന്നത്. എന്നാൽ അതല്ല കർത്താവ് പറഞ്ഞാണോ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, യു ആസ്ക് ഹോളി സ്പിരിറ്റ്. അപ്പൊ ഹോളി സ്പിരിറ്റിനോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
അല്പസമയം ദൈവസന്നിധിയിലിരിക്കണം. എത്ര പേരുണ്ട്? കുറഞ്ഞൊരു 45 മിനിറ്റ്, 1 മണിക്കൂറുള്ള ദിവസം ഇരിക്കണം രാവിലെ. നിങ്ങൾക്ക് രാവിലെ ജോലിക്ക് പോകേണ്ടവരാണ്, പക്ഷെ അതനുസരിച്ച് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കണം, അല്ലെ? അതനുസരിച്ച് രാവിലെ എഴുന്നേൽക്കണം. അപ്പൊ പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധത്തിന് ആദ്യം എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ ആരാ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്, പ്രാർത്ഥിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്ന വചനം നമ്മൾ വായിക്കണം. ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് ചോദിക്കണം, എന്താണ് ഇതിൻ്റെ അകത്ത് യേശുവിനെ വെളിപ്പെടുത്തി തരുവാൻ. അപ്പൊ യേശുവിനെ വെളിപ്പെടുത്തി തരും. മിനിമം 1 വർഷം 1 പ്രാവശ്യം വചനം വായിച്ചിരിക്കണം. വെളിപ്പാട്, അതായത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 1 പ്രാവശ്യം വായിച്ചിരിക്കണം. 1 വർഷത്തിൽ 1 പ്രാവശ്യം വായിച്ചിരിക്കണം. എന്നാലും നമുക്ക് കണക്ഷൻ കിട്ടത്തുള്ളൂ, അല്ല, വചനമായിട്ട്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഫ്ലഷ് കയറും നമ്മുടെ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ പിന്മാറ്റക്കാരായി. പ്രാർത്ഥിച്ചില്ലെങ്കിൽ യേശുവായിട്ട് ബന്ധമില്ലാതായി. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കത്തില്ല. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ വിട്ട പാപങ്ങളെല്ലാം മടങ്ങി വരുവാനിടയാവും. ഉപേക്ഷിച്ച പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മടങ്ങി വരും. എപ്പോഴാ? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, എന്നും പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് 1 മണിക്കൂറുള്ള ദിവസം നമ്മൾ ഇരിക്കണം. മിനിമം ഇരുന്ന് കഴിയുമ്പോഴാണ് ദൈവാത്മാ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. അന്ന് പകൽ മുഴുവൻ നമ്മളെ കർത്താവിനെ കൺട്രോൾ ചെയ്യും. ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അത് കഴിഞ്ഞു, അതിനുശേഷം ഞാൻ വാഹനത്തിൽ കയറുമ്പോൾ പരിശുദ്ധാത്മാവോട് പറയും, പരിശുദ്ധാത്മാവ് വാഹനം കൺട്രോൾ ചെയ്യണം. ഇസ് എ വ്യക്തിയല്ലേ, ഇസ് എ പേഴ്സൺ. ഞാൻ പറയും, കർത്താവ് തന്നെ ഓടിച്ചാൽ. അന്ന് മുഴുവൻ പരിശുദ്ധാത്മാവായിരിക്കും വാഹനം ഓടിക്കുന്നത്. ജോലി സഹായിച്ചാലും സഹായിക്കും, മിനിസ്ട്രി സഹായിച്ചാലും സഹായിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം രാത്രിയിൽ പ്രാർത്ഥനയിൽ സഹായിച്ചാലും പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അവസാനം കിടക്കാൻ നേരവും പറയും, പരിശുദ്ധാത്മാവെ കിടക്കാൻ പോവുകയാണ്, രാവിലെ എഴുന്നേൽപ്പിക്കണം. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടാണ് രാത്രി കിടക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ചോദിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചെങ്കിൽ മാത്രമേ ദൈവം തരത്തുള്ളൂ. മനസ്സിലായോ? യാചിപ്പിൻ, മുട്ടുവിൻ, അല്ലെ, അന്വേഷിപ്പിൻ. ആരെ അന്വേഷിക്കണം? എപ്പോഴും ദൈവാത്മാവിനെ അന്വേഷിക്കണം. നിങ്ങൾക്ക് ജ്ഞാനത്തെ അന്വേഷിക്കണമെങ്കിൽ ആര് വേണം? നിങ്ങൾക്ക് ജ്ഞാനം വേണോ? പരിശുദ്ധാത്മാവോട് ചോദിക്കണം. വിസ്ഡം വേണമെങ്കിൽ ആരോട് ചോദിക്കണം? പരിശുദ്ധാത്മാവോട് ചോദിക്കണം. ഹല്ലേലൂയ. ഇന്ന് എന്ത് ഡ്രസ് ഇടണമെന്ന് ആരോട് ചോദിക്കുന്നത്? പരിശുദ്ധാത്മാവോട് ചോദിക്കണം. കാരണം ഫുൾ സറണ്ടർ ചെയ്യണമെന്നതിന്റെ അർത്ഥം. മനസ്സിലായോ? ദൈവാത്മാവുമായിട്ടൊരു ബന്ധത്തിൽ നമ്മൾ എത്തിച്ചേരണം. നമ്മൾ ഓർക്ക് 1 മണിക്കൂർ ആകുമ്പോൾ അല്ലെങ്കിൽ 24 hours നമ്മൾ എന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾ കിച്ചണിൽ നിൽക്കും പ്രാർത്ഥിക്കാം, നിങ്ങൾ വണ്ടിയിൽ നിൽക്കും പ്രാർത്ഥിക്കാം, അല്ലെ? നിങ്ങൾ കിടക്കുമ്പോൾ കടന്ന് പ്രാർത്ഥിക്കാം, ഇരുന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാം ആരുമാണ് സംസാരിക്കുന്നത്? ദൈവമായിട്ട് നിങ്ങൾ സംസാരിക്കണം. പരിശുദ്ധാത്മാവാണ് അതിന് ഇടിവി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സഹായമായി തീരുന്നത്. 3-4 ദിവസം മുന്നേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെയിറ്റ് ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് എന്റെ ഷോൾഡർ ഉണ്ട് ഇവിടെ. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര പെയിൻ ചെയ്യും വലത് സൈഡിൽ ഷോൾഡറിന്. അപ്പൊ അന്ന് പകലങ്ങ് പോയി, രാത്രി കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല. ഈ കൈ മൊത്തം പെയിൻ, ഇവിടെ എല്ലാം പെയിനായി, റൈറ്റ് സൈഡെല്ലാം പെയിനായി. ആ പെയിനുമായിട്ട് ഞാൻ ജോലിക്ക് പോയി. കാരണം സാധാരണ പെയിൻ നീ അത്ര മൈൻഡ് ചെയ്യാറില്ല. ജോലിക്ക് പോയി. പകരമെല്ലാം ജോലി ചെയ്ത് രാത്രി ആയപ്പോഴത്തേക്ക് കൂടിയായി, ഭയങ്കര പെയിൻ കൂടിയായി. 1 ദിവസം കഴിഞ്ഞു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി. രാവിലെ ആകുമ്പോഴേക്കും എഴുന്നേക്കാൻ പറ്റുന്നില്ല, കൈ പൊക്കാനേ പറ്റുന്നില്ല, ഫുൾ ബോഡി പെയിൻ. ഞാൻ ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്യുന്നറിയാം? അന്യഭാഷ പറയാൻ പറയും. അന്യഭാഷ എപ്പോഴും വെള്ളം പറയാം കേട്ടോ. നമ്മൾ ഓർക്കുമ്പോൾ ഈ പാട്ട് പാടി കഴിയുമ്പോൾ ഒരു ഭാഷ വരില്ല, അതാ അന്യഭാഷ എന്ന് പറഞ്ഞോ. അന്യഭാഷ എപ്പം വെള്ളം വരാൻ പറയാം. എല്ലാവരുടെ വിചാരം എങ്ങനെയാണ്? ഒരു പാട്ടങ്ങ് പാടിക്കഴിയുമ്പോൾ അവസാനം ഒരു ഇതുണ്ട്, അതാണ് അന്യഭാഷ. അന്യഭാഷ എപ്പം വേണം പറയാം. നിങ്ങൾ എഴുന്നേറ്റ് അന്യഭാഷ പറയും, ഇരിക്കുമ്പോൾ അന്യഭാഷ പറയും, നിൽക്കുമ്പോൾ അന്യഭാഷ, നടക്കുമ്പോൾ അന്യഭാഷ പറയാം. അന്യഭാഷ ആരോട് സംസാരിക്കുന്നത്? ദൈവത്തോട് സംസാരിക്കണം. ഞാൻ അല്പസമയം അന്യഭാഷ പറയാൻ പറയും. ഈ റൈറ്റ് സൈഡിൽ മാത്രം ദൈവസാന്നിധ്യം ഇറങ്ങും. മനസ്സിലായോ?
ലൈക്ക് ചെറിയ ചെറിയ സ്പാർക്ക് അടിക്കുന്ന പോലെ, ഇലക്ട്രിസിറ്റി അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ട്വിങ്കിൾ ചെയ്യുന്ന പോലെ വന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പെയിനൊക്കെ പോയി. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പെയിനേ ഇല്ല. അതുകൊണ്ട് എന്റെ കൈ പോക്കാൻ ഒരു പ്രശ്നമില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് ആര് കൂടെ ഉള്ളതുകൊണ്ടാ? കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ എല്ലാ ആവശ്യങ്ങളും ആര് ചെയ്തു തരും? നമ്മളോർക്കും പ്രവചിക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാനോ, നമ്മളോർക്കും വെളിപ്പാട് പറയുന്ന ആളാണ് പരിശുദ്ധാത്മാനോ, നമ്മളോർക്കും എന്താണ് ഹീലിംഗ്സ് മിനിസ്ട്രി മാത്രമേ പുള്ളി ചെയ്യത്തുള്ളൂ. കർത്താവ് പറഞ്ഞെന്താണ്? നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ, അല്ലേ? കൂടെ ഇരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് മുതൽ ഏറ്റെടുക്കണം, ഇന്ന് മുതൽ അത് ഏറ്റെടുക്കണം. അതിനാണ് യേശു പറഞ്ഞ ആസ്ക്, അതിനാണ് യേശു പറഞ്ഞ യാചിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൂട്ട്. ഹല്ലേലൂയ. ആര് തുറന്നു തരും? പിതാവാം ദൈവം തുറന്നു തരും. യാചിക്കുന്നവന് ലഭിക്കുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടും, അല്ലെ? അന്വേഷിക്കുന്നവന് കണ്ടെത്തും. നമ്മുടെ വിചാരമല്ല ഇത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്നോ. എന്നിട്ടാണ് കർത്താവ് അപ്പനും മകനെ കുറിച്ചുള്ള ഉദാഹരണമൊക്കെ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ചോദിക്കുന്ന എന്താണ്? ദോഷികളായ നിങ്ങളുടെ, അല്ലെ, അപ്പൻ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് യാചിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രൈസ് ഗോഡ്. എത്രയധികം കൊടുക്കും. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ ഞാനിന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് റോഡിലൂടെ നടന്നു വരിക, എന്റെ വണ്ടി എടുക്കാൻ റോഡിലൂടെ നടന്നു വരിക. അപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം ഇവിടുത്തെ അമേരിക്കനാണ്, വൈറ്റ് അമേരിക്കനാണ്. ബ്ലാക്ക് അമേരിക്കൻ, വൈറ്റ് അമേരിക്കൻ ഉണ്ടല്ലോ, വൈറ്റാ. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ നേരത്തെ ചെറുതങ്ങാണ്ട് എന്റെ സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറയും, ബ്രദർ എന്താണ് വിളിച്ചാൽ സുഖമായിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, ബ്രദറെ 2-3 ദിവസം മുന്നേ ഒരു അത്ഭുതം ഉണ്ടായി. വഴി നിൽക്കും കേട്ടോ, നമ്മളെ സംസാരിക്കും. കാരണം നമുക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ പാസ്റ്റേ, നമുക്ക് ലോക കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ. നമുക്ക് വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ലോക കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത് കർത്താവിന്റെ സാക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നാ പറ്റി? ഞാൻ 2 ദിവസം ഇങ്ങനെ എന്റെ ഷോൾഡർ ഇടറി അന്യഭാഷ പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് എന്നെ ഇറങ്ങി സൗഖ്യം. പുള്ളിക്കൊരു അതിശയം. പുള്ളി പറയാം അന്യഭാഷയോ? അപ്പൊ അതെ, അന്യഭാഷ എന്ന് പറഞ്ഞാൽ കർത്താവായിട്ട് സംസാരിക്കുന്നു. നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി വായിച്ചിട്ടില്ലേ? എത്ര ഭാഷയോട് സംസാരിച്ചോടെ, അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിച്ച് കാണുന്നു. ഞാൻ അവന്റെ മുന്നിൽ വെച്ച് സംസാരിച്ചു അന്യഭാഷയിൽ. അവന്റെ മുന്നിൽ വെച്ച് അന്യഭാഷ സംസാരിച്ചു. അവനങ്ങ് ഞെട്ടിപ്പോയി. ഇന്നുവരെ കാണത്തില്ല, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അന്യഭാഷ സംസാരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അന്യഭാഷ നമ്മൾ സംസാരിക്കണം, മടി കൂടാതെ സംസാരിക്കണം, ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് അമേരിക്കക്കാരൻ എന്ത് ചെയ്യും? അല്ല, അവന്റെ സഭയിൽ പോയിട്ട് പാസ്റ്ററോടെന്ന് പറയും, നീ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചു, അദ്ദേഹം വഴിയിൽ നിന്ന് അന്യഭാഷ പറയുന്നു. നമ്മുടെ സഭയിൽ ഇതിലായിട്ട് സംഭവിച്ചിട്ടില്ല. അവരുടെ എനിക്ക് സഭയാണെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം ബോണഗേനാണെന്നറിയാം. എന്നാ സഭയാണെന്ന് എനിക്കറിയത്തില്ല, അന്യഭാഷ ഇല്ലാത്ത സഭയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബാപ്റ്റിസ്റ്റ് ആയിരിക്കും. ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തോട് സംസാരിച്ച പുള്ളിക്ക് ഞെട്ടിപ്പോയി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഒരു മനുഷ്യന്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ, അല്ലേ, ചില ദൂതുകൾ ദൈവം പിന്നെ പറഞ്ഞില്ല. പുള്ളി പെട്ടെന്ന് അടുത്ത ബസ്സൊന്നും പുള്ളി കയറിപ്പോയി. അടുത്ത ദൂതുകൂടെ പറയാതെ ഇപ്പൊ അടുത്ത പ്രാവശ്യം ദൈവം അതിന് അവസരം ഒരുക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം മിറക്കിൾ ചെയ്യുന്ന ദൈവമല്ലേ, ചെയ്യും, അല്ലേ? പരിശുദ്ധാത്മാവായിട്ട് കൂടെ കൂടെ ഇപ്പോഴും നടക്കണം. വേറൊരു അത്ഭുതം കേൾക്കണം. ഇന്ന് ഞാൻ പോയിട്ടൊരു ഞാൻ $2 എടുത്തു. എനിക്ക് ഡ്രിങ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഇത് വെൻഡിങ് മെഷീൻ കൊണ്ടിട്ടു. ഡ്രിങ്കും വന്ന് കുറെ കോയിൻസും ആ കൂടെ തിരിച്ചു വന്നു. $2 ഇട്ടു, ഡ്രിങ്ക് ആദ്യം വന്നു. സന്തോഷമായി. ഞാൻ തിരിഞ്ഞപ്പോഴേ പടപടപടപടാന്ന് കോയിൻ വീണോണ്ടിരിക്കുക. ഒരു 10-15 കോയിൻ വേണം. ഞാൻ നോക്കിയിട്ട് ആരും ഇല്ല അവിടെ. ഇത് ആർക്ക് കൊടുക്കാനത്? ഞാൻ ഇതെല്ലാം എടുത്ത് പോക്കറ്റ് ഇട്ടു. അല്ലേ, ഈ കോയിനെല്ലാം എടുത്ത് പോക്കറ്റ് ഇട്ടു.
ഞാൻ നോക്കിയിട്ട് ആരുമില്ല, ആർക്കും കൊടുക്കാനില്ല. കാരണം വെച്ചാൽ പബ്ലിക് ആയിട്ടിരിക്കുന്ന സാധനം. ഞാൻ ഇതിപ്പോ എത്തിച്ച് പോക്കറ്റ് കിടക്കുക. ഞാൻ പോയി. അപ്പൊ ഇതെന്റെ, ഞാൻ ജോലി ചെയ്യുമ്പോഴെല്ലാം എന്റെ പുറകെ പോക്കറ്റ് കിടന്ന് കിണിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനത് കർത്താവ് തന്നതാണെങ്കിൽ ഇതിന്റെ ദശാംശം കൊടുക്കണം, അല്ലെ? കർത്താവ് തന്നാണെങ്കിൽ ദശാംശം കൊടുക്കണം. സീഡിനെ പറ്റി പറയട്ടോ. അപ്പൊ ഞാനിങ്ങനെ നടന്ന അടുത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നു. ഒരു അമ്മ, ഒരു ബ്ലാക്ക് അമേരിക്കൻ ലേഡി, 2 മക്കൾ ഇരിക്കുക. അപ്പൊ ഞാൻ പോക്കറ്റിലൂടെ കൈയിട്ടപ്പോഴത്തെ 5 കോയിൻ എന്റെ കൈ കിട്ടി. എന്നിട്ട് ഞാൻ അവന്റെ മൂത്തവന്റെ കയ്യിൽ, ഇളയവന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഇത് ഒരു ദശാംശത്തിന്റെ എന്നാ എനിക്ക് ദൈവം തന്നതിന്റെ ഒരു 10% നിങ്ങളുടെ എന്റെ ഒരു വീസ് കൈ വെച്ചോളാം പറഞ്ഞു. പുള്ളി വാങ്ങിച്ചു. അപ്പൊ മദർ ഇങ്ങനെ എന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഓർത്ത് അവളെന്നെ ചീത്ത പറയാനായിട്ട് മിക്കവാറും പറയുന്ന ഓർത്ത്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ആ മദർ എന്ത് ചെയ്യുന്നറിയോ, ഇളയ പൈതലിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് മൂത്ത പൈതലിന് കൊടുത്തത്. ഓ, ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ അതിന് ദശാംശം കൊടുത്തോ. അപ്പൊ എല്ലാത്തിനും ദശാംശം കൊടുക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഈ 10% അല്ല, എല്ലാത്തിനും കൊടുക്കണം, അല്ലെ? ദശാംശത്തിൽ കൊടുത്താൽ അതെ സീഡെന്നാ പറയുന്നത്. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ സീഡെന്നാ പറയുന്നത്. നമ്മളൊരു ആപ്പിൾ ട്രീയുടെ കുരുവിട്ട് കഴിഞ്ഞാൽ അത് മരമാവും, അല്ലേ? മരമായി കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ അകത്ത് പൂക്കൾ പിടിക്കുന്നു, അതിനകത്താണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ സീഡുകളെല്ലാം ഞാൻ അനേക സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കാറുണ്ട്. വികാസമാർക്ക് കൊടുക്കും, പാവങ്ങൾക്ക് കൊടുക്കും. കൊടുക്കുന്നുണ്ടല്ലോ പറയുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതിനാണ് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ലഞ്ച് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എക്സ്ട്രാ നിങ്ങൾ ഒരു പഴം ആപ്പിൾ എടുത്ത് വെച്ചേക്കണം. നിങ്ങൾക്ക് ഒരു 2 ആപ്പിളിൽ കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു പഴത്തെ കൂടുതൽ കഴിക്കാൻ പറ്റും. നിങ്ങൾ 4ാമത് അല്ലെങ്കിൽ 3ാമത് ഒരു ഫ്രൂട്ട് എടുത്ത് വെച്ചേക്കണം. ആർക്കാണെന്നറിയാമോ? ദശാംശം അത് കേട്ടോ. ഞാനെന്ത് ചെയ്യുന്നറിയാമോ? ആ ലഞ്ച് കഴിയുമ്പോഴത്തേക്കാണ് അവിടെ വെച്ചേക്കും. അത് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോംലെസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവനോ വീൽ ചെയർ നടക്കുന്നവനോ കൊണ്ട് കൊടുത്തേക്കും. അത് നമ്മുടെ ആഹാരത്തിന്റെ ഒരു ദശാംശമാണ്. അതുകൊണ്ട് അത് സംഭവിക്കുന്നറിയാമോ? ഏറ്റവും നല്ല ഫുഡ് എപ്പോഴും കർത്താവിലേക്ക് തരും. ഇതുവരെ ഫുഡിന് വേണ്ടി ആരോട് ചോദിച്ചിട്ടില്ല ഫുഡ് തരാമോ എന്ന്. കാരണം എന്താണ്? കൊടുത്താൽ ദൈവം തന്നിരിക്കുമെന്നു. അപ്പൊ ഈ കോയിനുമായിട്ട് വീണ്ടും ഞാൻ വേറൊരു ബസ് സ്റ്റാൻഡിൽ ചെന്നു, അടുത്ത വണ്ടി കയറാൻ വേണ്ടി. അപ്പൊ ഇത് കിളിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു വെള്ളക്കാരൻ വന്നിരിച്ചു, നിന്റെ പോക്കറ്റ് മുഴുവൻ പൈസയാണല്ലോ. ഞാൻ പറഞ്ഞ റിച്ച് മാൻ. ഒരു വെള്ളക്കാരൻ ചോദിക്കുക, ഞാൻ നിനക്ക് കുറച്ച് വേണമെന്ന് വെച്ചോ. അപ്പൊ അവൻ വേണമെന്ന് പറഞ്ഞു. പോക്കറ്റിൽ നിന്ന് കൈയിട്ടിട്ട് അവന് 4 കോയിൻ എടുത്തു കൊടുത്തു. അവന് ഭയങ്കര സന്തോഷം. ഇത് ഫ്രീ ആണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. ഇത് ഫ്രീ ആണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. ഉണ്ടോ? അപ്പൊ അടുത്ത ദശാംശം കൊണ്ട് കൊടുത്തു. പ്രൈസ് ഗോഡ്. ബാക്കിയെല്ലാം എന്റെ വണ്ടിക്കകത്തോട് വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി കഴിയാൻ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണ്, ആ മെഷീൻ കേടായത് കൊണ്ട് 2 പേർക്ക് ദശാംശം കിട്ടി. ഒരുപക്ഷെ അവര് ദാഹിച്ചിരിക്കുമായിരുന്നായിരിക്കും, ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നായിരിക്കും. അത് കർത്താവ് നമ്മളിലൂടെ കൊടുത്തു, അല്ലെ? അപ്പൊ ഇത് എറിയുന്നവന്റെ കല്ല് കൊടുക്കുന്ന കർത്താവ് പറയുന്നത്, അല്ലെ? അങ്ങനെയല്ല, കല്ല് കൊടുക്കത്തില്ല, അല്ലെ? ഈ ദിവസങ്ങൾ തിരിച്ച് പ്രാർത്ഥിക്കണം. എറിയുന്നതിന്റെ കല്ല് കൊടുക്കാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ വല്ലതും കിട്ടിയെങ്കിൽ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ നിന്ന് രാത്രി നമ്മൾ ആരും പിശുക്കരായി തീരരുത്. കർത്താവിന്റെ ഹൃദയം നമുക്കുണ്ടാവണം. യാചിച്ച ദൈവം തരും. ഹല്ലേലൂയ. ഈ വചനത്തിൽ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് കടലിലെ മണ്ണിലല്ലേ, കടൽക്കരയിലെ മണ്ണ് പോലുള്ള ഹൃദയവിശാലത പറയുന്നു. ആരാ പറയുന്നറിയോ? ഹൃദയവിശാലത. ഹൃദയവിശാലത ദൈവം തരുന്ന ഒരു വിഷയമാണ്. ഹല്ലേലൂയ. ഹൃദയവിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹൃദയവിശാലതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹൃദയത്തിന്റെ വിശാലത വരുമ്പോൾ ദൈവത്തിന്റെ ആ വിശാലത നമ്മുടെ ഹൃദയത്തിൽ, അല്ലെ? ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്താണ് ദിവസങ്ങൾ എന്ത് ചെയ്യണം? നമ്മള് പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. വേറെ ഒന്നും ചോദിച്ചില്ല, പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. പരിശുദ്ധാത്മാവായിട്ട് നടക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരണം. പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമ്മളെ സൗഖ്യമാക്കും. ഞാൻ പറഞ്ഞില്ല, അന്യഭാഷ പറഞ്ഞപ്പോഴേ സൗഖ്യമായി. ഞാൻ ആരെങ്കിലും പ്രാർത്ഥിക്കാനും പോയില്ല. ഞാൻ കർത്താവെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞില്ല. അതാ കർത്താവ്.
അപ്പൊ ഇന്നു മുതൽ നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ ആര് സൗഖ്യമാക്കും? വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്നെ പറ, യേശുവിന്റെ നാമത്തില് എന്റെ ശരീരത്തിൽ സൗഖ്യമായിരിക്കുക. ഇപ്പോൾ ദൈവാത്മാവ് ഇറങ്ങി സൗഖ്യമാക്കിയിരിക്കുക. അടിപ്പണ സൗഖ്യം വന്നിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ നാവിൽ ഇതെല്ലാം അധികാരം വയ്ക്കുന്ന ബ്രദറെ. നമ്മുടെ നാവിൽ ഇതാണ് ഇതെല്ലാം ദൈവം തന്നിരിക്കുക. നമ്മുടെ വാക്കുകളിൽ അധികാരം തന്നിരിക്കുക. അതല്ലേ കർത്താവ് ഈ മലയോട് എന്ത് ചെയ്യണം? ഈ മലയോട് എന്ത് ചെയ്യണം? നിങ്ങള് മാറി നിൽക്കേ അല്ലേ? ഈ മലയിൽ നീ മാറി നിൽക്കേ, കടലിൽ വെച്ചാണ്. പക്ഷെ അത് ആരുണ്ടെങ്കിലും നടക്കത്തുള്ളൂ. ആത്മാവുണ്ടെങ്കിൽ നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നടക്കത്തില്ല. ജഡത്തിൽ നടക്കത്തില്ല. അതിന് പരിശുദ്ധാത്മാവിനെ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, എന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ ഇച്ഛിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്ത് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ കർത്താവിന്റെ വചനം നമ്മൾ ഉള്ളിൽ വസിക്കണം. അതിന് ഞാൻ പറഞ്ഞത് എന്നും ബൈബിൾ വായിച്ചോണം. എന്നും ഒരു 45 മിനിറ്റ് കർത്താവ് സ്പെൻഡ് ചെയ്ത് വേണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങൾ കാണും. നിങ്ങളുടെ ശരീരത്തിന് വിടുതൽ കാണും. നിങ്ങൾ തന്നെ കാണും. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തെ വിടുതൽ നിങ്ങൾ തന്നെ കാണും. എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടായി. ഞാനിങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഇത് മാറ്റേണ്ടതായിട്ട് വന്നു. കുറച്ചുകൂടെ ഇതായി. എന്താ പറഞ്ഞ പവർ കുറഞ്ഞു. ലങ്സ് മാറ്റേണ്ടതായിട്ട് വന്നു. സൗഖ്യമാക്കൂന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങൾ എന്ത് വിഷയമാണ് ദൈവത്തിൽ പറ. നമ്മുടെ നാം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ദിവസം 100 പ്രാവശ്യം പറയണം, കർത്താവ് ജോലി തന്നിരിക്കുന്നതിനായ സ്തോത്രം, കർത്താവ് എനിക്കിവിടെ വിസ കിട്ടി തന്നിരിക്കുന്നതിനായ സ്തോത്രം, കർത്താവിന്റെ കുഞ്ഞുങ്ങളെ വിവാഹം നടത്തിയിരിക്കുന്നതിനായ സ്തോത്രം, കർത്താവ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതിനായ സ്തോത്രം, എന്നെ ഡോക്ടറാക്കിയിരിക്കുന്നതിനായ സ്തോത്രം. എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് ഒരിക്കലും പറയരുത്. കാരണം യേശു വസിക്കുന്നു, നമ്മളിൽ വസിക്കുന്നു. നമ്മളെ കൊണ്ട് കഴിയും. കഴിയും. നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ലെന്നോ, എല്ലാം കഴിയും. അത് നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്യണം? അത് ജീവിതത്തിൽ പ്രാപിക്കണം. ഹല്ലേലൂയ. പ്രാപിക്കണം. നെഗറ്റീവ് നമ്മുടെ വായിൽ വരരുത്. നെഗറ്റീവ് തോട്ട്സ് തിങ്ക് ചെയ്യരുത്. തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഇട്ട് എന്ത് ചെയ്യും? നമ്മളെ കൊന്നുകളയരുത്. നെഗറ്റീവ് പറഞ്ഞു നടന്ന് നമ്മളെ കൊന്നുകളയരുത്. അത് പോസിറ്റീവ് മാത്രം നമ്മൾ പറ. എല്ലാം പോസിറ്റീവായിട്ട് കാണാം. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. അത്ഭുതം ദൈവം ചെയ്യുന്നു. അപ്പൊ ആരെ യാചിക്കണം കൂടുതൽ? പരിശുദ്ധാത്മാവിനെ തരണം കർത്താവേ എന്നും ഞാൻ ചോദിക്കും. പിതാവേ, പരിശുദ്ധാത്മാവിനെ അധികം തരണം. മനസ്സിലായോ? അതാണ് അധികം ദൈവസാന്നിധ്യം വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മസാന്നിധ്യം കൂടെ വേണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യും? പരിശുദ്ധാത്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ വിസിറ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ വിസിറ്റ് ചെയ്യും. പ്രൈസ് ഗോഡ്. വീണ്ടും നിങ്ങളെ തലമുറ കാണിക്കുന്നു കേട്ടോ. നിങ്ങളെ കരം കൊടുത്ത് പിടിച്ചേ പറ, കർത്താവ് യേശുവേ, ഞങ്ങൾക്ക് തലമുറയെ തന്നിരിക്കുന്നതിനായ സ്തോത്രം. അതാണ് വേണം പെട്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ തലമുറ തന്നിരിക്കുന്നതിനായ സ്തോത്രം. In Jesus' mighty name. Amen. Hallelujah. ഓ റഖാമാനാസി. നിങ്ങൾ രണ്ടുപേരുടെ തലയിൽ കൊട്ടയ്ക്കകത്ത് മുഴുവൻ ഫ്രൂട്ട്സ് വെച്ചിരിക്കുക. എന്തുവാ ഫ്രൂട്ട്സ്? ഫലം കാണിക്കുക. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ ഫലം നിങ്ങൾ കാണിച്ചിരിക്കുക. ഹല്ലേലൂയ. ഫലം കാണിച്ചിരിക്കുക. ഹല്ലേലൂയ. അലറുന്ന ഒരു സിംഹത്തെ കാണിക്കുന്നു. ഗർജിക്കുന്ന ഒരു സിംഹത്തെ. ആരെയാ? യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. നിങ്ങളുടെ കൂടെ യേശുവുണ്ട്. പ്രൈസ് ഗോഡ്. യേശു നിങ്ങളുടെ മുന്നേ നടന്നു. നിങ്ങളുടെ രണ്ട് സൈഡിൽ യേശുവിന്റെ രണ്ട് സൈഡില്ല. നിങ്ങളെങ്കിൽ ഒരു സിംഹം നടന്നു പോകുന്ന രണ്ട് സൈഡിൽ നിങ്ങൾ നടക്കുക. പ്രൈസ് ഗോഡ്. പിന്നെ നിങ്ങൾ എന്തിനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾക്ക് ബോഡി ഗാർഡായിട്ട് ഒരു സിംഹം കൂടി ഉണ്ടെങ്കിൽ, അത് യേശു ഉണ്ടെങ്കിൽ, പിന്നെ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് എങ്ങനെ പറയുന്നു? ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് ബോഡി ഗാർഡായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
നമ്മളെപ്പോഴും പറയണം, കർത്താവേ, യഹൂദ ഗോത്രത്തിലെ സിംഹം ഞങ്ങളുടെ ഉടനായ സ്തോത്രം. യഹൂദ ഗോത്രത്തിലെ സിംഹം എന്റെ കൂടെ ജോലിക്ക് വരുന്നതിനായ സ്തോത്രം പറയണം. എന്റെ മുന്നേ കടന്നു പോകുന്നതിനായ സ്തോത്രം. എന്റെ കൂടെ ഇരിക്കുന്നതിനായ സ്തോത്രം. അല്ലെ? യഹൂദ ഗോത്രത്തിലെ സിംഹം എന്റെ കൂടെ ഉള്ളതിനായ സ്തോത്രം. അപ്പൊ ആര് നിൽക്കും കൂടെ? നമ്മളൊരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കിക്കേ, ആര് വരും? അപ്പോ കർത്താവ് നമ്മുടെ കൂടെ നടക്കും. പക്ഷെ എല്ലാരും പറയുന്നത് എനിക്ക് ഭയമാണെന്നാ പറയുന്നത്. അപ്പൊ ആര് കൂടെ വരും? ഭയത്തിന്റെ ആത്മാവ് വരും. അല്ലെ പാസ്റ്റേ? എനിക്ക് ഭയം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആര് കൂടെ വരും? നെഗറ്റീവ് ആത്മാവ് വരും. പക്ഷെ ആര് കൂടെ നടക്കും? അല്ല, ഡീമൻസ് എല്ലാം വന്ന് കൂടും. എന്നാ പറയാ, യേശുവിന്റെ കൂടെ ഉണ്ട്. അല്ലെ? യേശുവിന്റെ കൂടെയുണ്ട്. യഹൂദ ഗോത്ര സിംഹന്റെ കൂടെയുണ്ട്. എന്നെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിന്റെ കൂടെയുണ്ട്. ആര് കൂടെ നിൽക്കും? ഇതെല്ലാം നമ്മുടെ വായിലിരിക്കുന്നേ. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് പറഞ്ഞെന്നറിയാം, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ കവിയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അസൂയാണെങ്കിൽ അതേ നമ്മൾ പറയത്തുള്ളൂ. ശരിയല്ലേ? നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ പ്ലേച്ഛതയാണെങ്കിൽ അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചില വായെടുത്ത ചീത്ത മാത്രം പറയുന്നത്. എന്താണ്? ഫുള്ള് ഹൃദയം മുഴുവൻ ഇതാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് മുഴുവൻ നെഗറ്റീവ് ആണെങ്കിൽ അത് മാത്രമേ പ്രസ്താവിക്കാൻ പറ്റത്തുള്ളൂ. നല്ലത് പറഞ്ഞു നോക്കി, മാറും. ഈ ഒരു നല്ല ഫ്ലവർ, വലിയൊരു ഫ്ലവർ, വൈറ്റ് കളർ, അതിങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുക. ദിവസങ്ങളിൽ ഒന്ന് ഈ പറയുന്ന വിഷയങ്ങളൊന്ന് വെച്ച് പ്രാർത്ഥിച്ചു നോക്കി. വിടർന്നു വരും. മനോഹരമായ ഒരു ഫ്ലവറായിട്ട് വിടർന്നു വരും. താങ്ക് യു ജീസസ്. മനോഹരമായ ഒരു ഫ്ലവർ വിടർന്നു വരിക. അത് സംഭവിക്കട്ടെ. നിങ്ങൾ വീണ്ടും ആ തടി പിന്നെയും കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വെട്ടണം. വലിയൊരു തടിയാണ്, പക്ഷെ നിങ്ങളെ ഒരു 80% വെട്ടിയിരിക്കും. വീണ്ടും നിങ്ങൾ വെട്ടണം. മടുത്തുകൂടാതെ വെട്ടണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ജോലി അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. നിയമമൊക്കെ ഇവിടെ കിടക്കുന്നേ. നിയമം മാറ്റാൻ നമ്മുടെ കർത്താവ് പറ്റും, അല്ലേ? നിയമം ഒരു സൈഡിലൊക്കെ പൊക്കോണ്ടിരിക്കും. അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല, ആണോ? ദൈവമൊക്കെ അത് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. അത് കർത്താവ്, അതാണ് കർത്താവ്. താങ്ക് യു ജീസസ്. ഇവിടുത്തെ രാത്രി നമുക്ക് യാചിക്കാം, അല്ലെങ്കിൽ ചോദിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് അധികം വേണം. പിതാവേ, പരിശുദ്ധാത്മാവിനെ അധികം വേണം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അധികം വേണം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അധികം വേണം. ജനത്തെ മാനസാന്തരപ്പെടുത്തുവാൻ, ജനത്തിന് സൗഖ്യം കൊടുക്കുവാൻ, ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുവാൻ, ഞങ്ങൾക്ക് വിടുതൽ കിട്ടുവാൻ, ഞങ്ങളെ വഴി നടത്തുവാൻ. ഓ ജീസസ്, രാത്രി പരിശുദ്ധാത്മാവിനെ അധികം തന്നാൽ, പിതാവെന്ന ദൈവം പരിശുദ്ധാത്മാവിനെ അധികം തന്നാൽ, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പൊ നിങ്ങൾ സാക്ഷിയെ മാറും. ഹല്ലേലൂയ. രാത്രി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചേ. യേശു പറഞ്ഞത്, തിരുവഴുത്ത് പറഞ്ഞത്, ജീവജല നദികൾ നിങ്ങളിൽ ഒഴുകുന്ന പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ജീവജല നദികള് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകും. രാത്രി ഒഴുകട്ടത്, നമ്മളോട് ഒഴുകട്ടത്. നമ്മൾ കാല് കുത്തുന്നത് അനുഗ്രഹമായി തീരട്ടെ. നമ്മൾ കൈ കുത്തുന്നത് അനുഗ്രഹമായി തീരട്ടെ. നമ്മൾ ഇരിക്കുന്നത് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുന്നത് അനുഗ്രഹമായി തീരട്ടെ. രാത്രി നമ്മൾ വ്യത്യാസമാകും. ഒരു വ്യത്യാസം വരട്ടെ നമ്മുടെ ജീവിതത്തില്. യേശുവിന്റെ നാമത്തിൽ വ്യത്യാസം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വ്യത്യാസം വരട്ടെ. അത്ഭുതം നടക്കട്ടെ. ആത്മസാന്നിധ്യം വെളിപ്പെടുന്നു. ആത്മശക്തി വെളിപ്പെടുന്നു. യെസ്, എഴുന്നേറ്റ് ആത്മശക്തി വെളിപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാലും, അന്യഭാഷ സംസാരിച്ചാലും, രാത്രി പ്രാപിച്ചാലും, യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചാലും, the name of Jesus, yes, ആത്മശക്തി വ്യാപരിക്കുന്നു. the name of Jesus, ആത്മശക്തി വ്യാപരിക്കട്ടെ. ആത്മശക്തി വ്യാപരിക്കട്ടെ.
ആത്മശക്തി വ്യാപരിക്കട്ടെ. ടച്ച് ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് സറണ്ടർ യു. We surrender you, Holy Spirit. Oh, hallelujah. Touch, touch the name of Jesus. രക്തമുദ്രയെന്ന് ടച്ച്. ആത്മശക്തി വ്യാപരിക്കട്ടെ. യെസ്, ആത്മശക്തി വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. പുതുഭാഷ സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധങ്ങളും അഴിയട്ടെ. അനുഗ്രഹമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. രക്തം വ്യാപരിക്കട്ടെ, രക്തം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഓ റാഖാമാസി, ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ, അത്ഭുതമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. വിശ്വാസതന്ത്രങ്ങൾ ശാസിക്കുന്നു, വിശ്വാസതന്ത്രങ്ങൾ ശാസിക്കുകയാണ്. ഓ ഭാവിയെ കെട്ടുന്ന പോരുകളെ ശാസിക്കുന്നു, മുന്നോട്ട് വിടത്തില്ല വാദിക്കുന്ന പോരുകളെ ശാസിക്കുന്നു. The name of Jesus. യേശുനാഥി മാറി നിൽക്കേ, യേശുനാഥി മാറി വെക്കേ, യേശുനാഥി ഓടിപ്പോ. ഓ ഹോളി സ്പിരിറ്റ് ടച്ച്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഉറഖമാനസി, യേശുവിന്റെ നാമത്തിൽ കർത്താവേ തൊട്ടാലും 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 ഓ എല്ലാ ഭയത്തെ ശാസിക്കും. ഹീലിംഗ്സ് നടക്കട്ടെ, ഹീലിംഗ്സ് നടക്കട്ടെ, ബോഡിയിൽ ഹീലിംഗ്സ് നടക്കട്ടെ, ചെവിയിൽ ഹീലിംഗ്സ് നടക്കട്ടെ. ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ കർത്താവ്, അത്ഭുതം നടക്കട്ടെ. Touch Holy Spirit, touch Holy Spirit. The name of Jesus, the name of Jesus. യേശുവിന്റെ ഒക്കെ മുദ്രയാണ്. ഇതിന്മേൽ ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ കർത്താവ്, അഭിഷേകം ഇറങ്ങട്ടെ. ഉറഖമാറാസി, ആ ജ്ഞാനം കിട്ടട്ടെ, ബുദ്ധി കിട്ടട്ടെ, പരിജ്ഞാനം കിട്ടട്ടെ. നാളെ മുതൽ സ്കൂളിൽ കോളേജ് പോവുകയാണല്ലോ കർത്താവ്. ഓ പുതിയ വിശുദ്ധം കൊടുക്കണം കർത്താവ്. പരിശുദ്ധാത്മാ കൂടിയിരുന്നാലും, പരിശുദ്ധാത്മാ കൂടി സഹായിച്ച് യാത്ര സഹായിച്ചാലും യേശുനാഥ് പോരുകളെ ശാസിക്കുന്നു. The name of Jesus. കർത്താവേ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉറാഖാമാന ശരരസി, അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കട്ടെ കർത്താവ്. ദൈവകൃപ ദൈവശക്തി വ്യാപരിക്കട്ടെ, അനുഗ്രഹമായി തീരട്ടെ. യിരെമ്യാവിനെ പോലെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം, യിരെമ്യാവിനെ പോലെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ദിവസങ്ങൾ വെളിപ്പെട്ട് വരട്ടെ കർത്താവ്, അഭിഷേകം വെളിപ്പെട്ട് വരട്ടെ. The name of Jesus. Touch Holy Spirit. Yes, ഞാനൊരു പ്രകാശമാക്കി മാറ്റും. കർത്താവ് പറയുന്നത് കുഞ്ഞിനൊരു പ്രകാശമാക്കി മാറ്റും, ഒരു പ്രകാശമാക്കി മാറ്റും, മറ്റുള്ളവർക്ക് പ്രകാശമാക്കി മാറ്റും. യേശുവിന്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രകാശമാക്കി മാറ്റും. കർത്താവ് ശക്തിയാലെ നിറയ്ക്കണമേ നാഥാ. ഓ പരിശുദ്ധാത്മാ, ശക്തിയാലെ നിറയ്ക്കണേ നാഥാ. ആത്മസന്തോഷം കണ്ടു നിറയ്ക്കണേ, ആത്മചൈതന്യം ഭാഗനെ. ഓ ജയത്തോടെ ജീവിതം, യേശുവിന്റെ നാമത്തിൽ ജയത്തോടെ ജീവിതം. പരിശുദ്ധാത്മാ ശക്തിയാലെ നിറയ്ക്കണേ നാഥ. ശക്തരായി തീരകമനഹസ്തിനി. Fire Holy Ghost. നിറയ്ക്കണേ നാഥ. ശക്തരായി ആത്മസൈന്യം കണ്ടു നിറയ്ക്കണേ. യെസ്, ആത്മചൈതന്യം എന്നിൽ ഭാഗരെ. ഓ ജയത്തോടെ ആത്മശക്തി വ്യാപരിക്കട്ടെ. നിറയട്ടെ, എല്ലാവരും നിറയട്ടെ, എല്ലാവരും നിറയട്ടെ. ആത്മസാന്നിധ്യം എല്ലാവരും നിറയട്ടെ കർത്താവേ. ഓ പരിശുദ്ധാത്മാ ശക്തിയാൽ നിറയ്ക്കണേ. ഓ പരിശുദ്ധാത്മാ ശക്തിയാലെ നിറയ്ക്കണേ നാഥ. ആത്മസൈന്യം നിറയ്ക്കണേ. ഓ ആത്മചൈതന്യം Holy Ghost, Holy Ghost, touch. God move now, God move now. പരിശുദ്ധാത്മാവിടെ മൂവ് ചെയ്താലും, പരിശുദ്ധാത്മാവിടെ മൂവ് ചെയ്താലും. Holy Spirit, I'm yielding. ഇവിടെ മൂവ് ചെയ്ത പരിശുദ്ധാത്മാവ്, ഇവിടെ മൂവ് ചെയ്ത പരിശുദ്ധാത്മാവ്.
പരിശുദ്ധാത്മ അവിടെ മൂവ് ചെയ്താലും, പരിശുദ്ധാത്മ അവിടെ മൂവ് ചെയ്താലും സന്തോഷം കണ്ടു നിറയ്ക്കണേ. ഓ ആത്മചൈതന്യം എന്നിൽ പകരുക ഹരേ. മലയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോ